നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഉറങ്ങാൻ കഴിയില്ല, മലയാളികൾക്ക് ഇന്ന് ഉറങ്ങാനേ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസത്തിലിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങാനേ കഴിയില്ല. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഇവിടെ കിടന്ന് കമ്മി കൊങ്ങി സംഖ്യ സുടാപ്പി എന്നൊക്കെ പറയാം. പക്ഷെ ഒരു കാര്യം നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ടത്, അവിടെ നമ്മളെല്ലാവരും ഒന്നാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് പറയുമ്പോഴേക്ക് കോള് വന്നിട്ടുണ്ട്. ഹലോ. എടാ, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം എന്തൊക്കെ ഉണ്ടാ? ഞാൻ കുറേ നേരമായി നിങ്ങളെല്ലാം വിളിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കിട്ടുന്നില്ല. കുറേ നേരം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടുന്നില്ല. ഓക്കെ. ഓക്കെ. ഏതായാലും ഇങ്ങനെ ഓരോരോ കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കലാണ്. നമ്മളെല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കലാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഇതുണ്ടോ? കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മൾ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ജാതീയപരമായിട്ടും ഒക്കെ ചേരി തിരിഞ്ഞ് ആക്രമിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഗൾഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇങ്ങനെയുള്ള സംഭവമില്ല. അവിടെ എല്ലാവരും എന്താ പറയുക, ഒരു പായിൽ കിടന്ന് ഒരു പായിലുണ്ട്, അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗൾഫ് രാജ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നേരത്തെ ഖത്തറിൽ നിന്നുള്ള ഒരു സഹോദരൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് അയാൾ ഇങ്ങനെ മിസൈൽ വന്ന് വീഴുന്ന രംഗമൊക്കെ കാണിച്ച് തന്നപ്പോഴേ അതിൻ്റെ അടിയിൽ വന്നിട്ട് പോലും ചില ആൾക്കാർ വൃത്തികെട്ട കമൻറ്റുകൾ എഴുതുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദനയുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങളും അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഇതുണ്ടെങ്കിൽ ബഹ്റിനിൽ നടക്കുന്ന സംഭവമാണ്. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയും? അതാണ് നിങ്ങളെ ആലോചിക്കേണ്ടത്. ബഹ്റിനിലാണ് ഇത് നടക്കുന്നത്. അപ്പം ബഹ്റിൻ പോലെയുള്ള സൗദി അറേബ്യ, അതുപോലെ തന്നെ കുവൈത്ത്, ഖത്തർ, UAE ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും മലയാളികളായ ഒരുത്തൻ ഇന്ന് പോലും ഉറങ്ങാൻ കഴിയില്ല, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് വളരെ മോശമായ കമൻ്റ് ഇടുന്ന ചില വിദ്വാന്മാരുണ്ട്. അവന്മാർ ഇന്ന് സന്തോഷത്തിൽ ആറാടുകയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അവരിന്ന് സന്തോഷത്തിൽ ആറാടും. പക്ഷെ മലയാളികളായിട്ട് മനുഷ്യന്മാർക്ക് ഉറങ്ങാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിൽ കമ്മി സംഖ്യ സുടാപ്പി അല്ലെങ്കിൽ ഇത് ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഗൾഫിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്കെല്ലാം ഒരേ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നമ്മളെ കുടുംബം മാത്രം. എന്നിട്ടും ഇപ്പോഴും ചിലതെന്ന് പറഞ്ഞാൽ പുഴുക്കുത്തുകൾ ചിലത് കയറി കൂടിയിട്ടുണ്ട്. അതായത് ചില പുഴുക്കുത്തുകളൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ കയറി കൂടിയിട്ടുണ്ട്. പലപ്പോഴും അവറ്റകളെ പിടിച്ച് നമ്മളെല്ലാവരും പുറത്തിറക്കിയിട്ടുമുണ്ട്. അതായത് ഗൾഫിൽ കുടിയേറിയിരിക്കുന്ന ചില പുഴുക്കുത്തുകളാണ് ഇവിടുന്ന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില ടീമുകളുണ്ട്. ഏതായാലും ഇപ്പോഴും യുദ്ധം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കാര്യമായിട്ട് പറയാനൊന്നും അറിയില്ല. അതായത് ആരാണ് ശരി, ആരാണ് തെറ്റ്, അല്ലെങ്കിൽ എവിടെ എന്നാണ്. പക്ഷേ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർ തന്നെയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നത്, സാധാരണക്കാരാണ് ഇതിൻ്റെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത്. അതായത് പണക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ എവിടെ പോകാനാണ്? അതുപോലെ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് പേരുണ്ട് നമ്മളെ സഹോദരങ്ങൾ. അവരൊക്കെ എവിടെ പോകാനാണ്? ഇന്ന് അവരുടെയൊക്കെ വീട്ടുകാർ പോലും ഉറങ്ങാതെ കാത്തിരിക്കുക. ഇപ്പം എനിക്ക് 3-4 കോളുകളാണ് എനിക്കിങ്ങനെ തുടർച്ചയായിട്ട് വരുന്നത്. ചേട്ടാ എന്തെങ്കിലും വിവരം? ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, നമുക്കിങ്ങനെ ഇരുന്ന് നേരം കൂട്ടാം. അതാണ്, നമുക്ക് ഇരുന്ന് നേരം വെളുപ്പിക്കാം. ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ നിർണായകമായ ഒരു സമയം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ എന്നിട്ടും എന്താ പറയേണ്ടത്, അത്രയും ഭയങ്കര ചെകുത്താൻ്റെ സ്വഭാവം കാണിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു പുത്തരിയല്ല. അവന്മാർക്ക് ഇതൊക്കെ വേണമെന്നാണ് അവന്മാർ പറയുന്നത്. അതായത് ചെകുത്താനെ പോലെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എൻ്റെ മുതലിനും എൻ്റെ സ്വത്തിനും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ചില നികൃഷ്ട ജീവികളുണ്ട്. അവറ്റകളോടാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യത്വം അത് കുറച്ചെങ്കിലും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കുറച്ച് മനുഷ്യത്വമൊക്കെ ആകാം. നമ്മൾ ഈ ഭൂമിയിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാനല്ല, കുറച്ച് നാളെ ഉള്ളെങ്കിലും അത് സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിച്ചൂടെ? എന്തിനാണ് വെറുതെങ്കിലും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതുകൊണ്ടാ ഇതുപോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ ഒരു സുഹൃത്ത് അയച്ചു തന്ന ആറാംകോൻ്റെ ആണ്. ഒരു സുഹൃത്ത് തന്ന സൗദി അറേബ്യയിൽ നിന്നില്ലേ, എൻ്റെ ഒരു സബ്സ്ക്രൈബർ, ഒരു ഫോളോവറാണ് അദ്ദേഹം തന്നേത്. ഞാൻ അദ്ദേഹത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യന്മാർ അവിടെയൊക്കെ ഉള്ളതേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വേണ്ട, ആറാംകോ നിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അയാൾ ഒരു ദിവസം എനിക്ക് തന്നെയാ. നല്ല ചൂട് വയ്ക്കുന്ന ഫ്ലാസ്കാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആ മനുഷ്യനെ അവൻ്റെ കുടുംബത്തെയും എല്ലാം നമുക്ക് ഓർമ്മ വരുന്നതാണ്. അവർ എത്രമാത്രം വിഷമത്തോടു കൂടിയായിരിക്കും ഇപ്പോഴും. എന്താണ് സംഭവിക്കുക? യുദ്ധമാണ്.
ഇപ്പോൾ പിന്നെ വന്ന് വീഴുന്ന മിസൈലും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ഭയം തോന്നുകയാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഉള്ളടിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്തേക്ക് മാത്രം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറേ എണ്ണം കുരക്കുന്നത് പോലെ സംഖ്യകൾ മാത്രം ഉള്ളിടത്തോ, കൊങ്ങികൾ മാത്രമോ, കമ്മികൾ മാത്രമോ, സുഡാപ്പികൾ മാത്രം ഉള്ളിടത്തോ നല്ല പോവുക. അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല. അവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മലയാളികളായ ഒരുപാട് പേരിന്ന് പ്രാർത്ഥനയും എല്ലാ മതക്കാരും ഉണ്ട് കേട്ടോ. അതായത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയിൽ തന്നെയാണ്. കാരണം പറയുന്നില്ല, അവരുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവർ എവിടെയാണ്? നമുക്കൊരു ബന്ധവും വേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാടിനെ നാടാക്കിയ പ്രിയപ്പെട്ട പ്രവാസികൾ, അതാണ് നമ്മൾ പറയേണ്ടത്. നമ്മളിപ്പോഴല്ലേ നമ്മളിങ്ങനെ എന്നിട്ട് ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടാനും അതുപോലെ തന്നെ പേര് ചോദിച്ചിട്ട് കൂട്ടുകൂടാനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, എല്ലാം ചോദിച്ചതിന് ശേഷം മാത്രമല്ലേ നമ്മൾ ഇത് ചെയ്യുള്ളൂ. പണ്ടങ്ങനെയല്ലല്ലോ. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോനും നമുക്ക് ഇതാണ്. ഇപ്പോഴല്ലേ നമ്മളെല്ലാവരും ഭിന്നിച്ച് പോകുന്നത്. പക്ഷേ ഗൾഫിൽ ഇപ്പോഴും ആ ഒരു സാഹോദര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഭരണാധികാരികളുടെ കഴിവ് തന്നെയാണ്. നിങ്ങളുടെ ഇവിടെ വരിക, ജോലി ചെയ്യുക, ഭക്ഷണം കഴിക്കുക, തിരിച്ചു പോവുക. ഇവിടെ കിടന്നിട്ട് നിങ്ങൾ അവിടെയുള്ള കാര്യങ്ങൾ പറയണ്ട. അത് ഏതവനായാലും പറയണ്ട, ഏത് രാജ്യക്കാരനായാലും പറയണ്ട. അതാണ് ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അവിടെ എല്ലാവർക്കും ഒരേ നീതി തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനൊന്നുമല്ല. ഇവിടെയൊക്കെയാണ് പിന്നെയും ഓരോരാൾക്ക് ഓരോ നീതി എന്നേ ഞാൻ പറയുള്ളൂ. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചില ആൾക്ക് ചിലത് എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊന്നും എന്ന് പറഞ്ഞാൽ അമ്മാതിരി തോന്നിയവാസങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവിടെ ഒരുപാട് പേര് അതായത് ആ രാജ്യത്ത് പോയിട്ട് രക്ഷപ്പെട്ടവരുണ്ട്. നമ്മുടെ എന്താ പറയുക, ഇന്ന് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരെ ഓർത്ത് നമ്മളെല്ലാവരും വിതുമ്പിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, കാരണം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്ലാസ്ക് തന്ന സഹോദരന്മാരെ പോലെ ഒത്തിരി നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ അവിടെ പ്രവാസ ലോകത്തുണ്ട്. അവരാണ് നമ്മുടെ ശക്തി, അവരാണ് നമ്മളെ എന്താ പറയേണ്ടത്, അവരെയൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒന്നും ജീവനൊന്നും സംഭവിക്കില്ലേ എന്ന്. അതാണ് കാരണം. അവരൊക്കെ നമ്മൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ട് അധ്വാനിക്കുന്നത്. നമ്മളെപ്പോലെയുള്ള നമ്മുടെ നമ്മളെ എന്താ പറയുക, കേരളത്തിന് വേണ്ടിയിട്ട്. കേരളത്തിൽ വന്ന മാറ്റങ്ങൾ, ഇന്ന് കേരളത്തിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നു. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ കേരളത്തെ അപമാനിക്കാനായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും നമ്മൾ ഒരുമിച്ച് നിന്നില്ലേ? ഇന്ന് നമ്മൾ ജാതി മത ഭേദമന്യേ നിന്നില്ലേ? അതല്ലേ വേണ്ട. നമ്മളെ നാടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പേരും കൊണ്ടൊന്ന് ഇട്ട് വെച്ചിട്ട് സിനിമ ഇറക്കിയിരിക്കുക. അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും അങ്ങനെ നിന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗൾഫ് രാജ്യത്തുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് മറക്കാൻ ഒരിക്കലും കഴിയില്ല. നമുക്കൊരു അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതായത് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര പ്രശ്നത്തിലാണ് വൈകുന്നേരം മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. മനസ്സിലാക്കേണ്ടത് ഒത്തിരി ആൾക്കാർ എല്ലാ രാജ്യത്തും ഉണ്ടായിരുന്നു. ഒത്തിരി രാജ്യത്തുനിന്ന് കോളിങ്ങിനെ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെയൊക്കെ ആലോചിച്ചിട്ടാണ് ഇന്നത്തെ രാത്രി നമ്മളത്. അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയണ്ടത്, നല്ലൊരു ദിവസം നാളെ ആകട്ടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. നന്ദി, നമസ്കാരം.